നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. പവന് 1120 രൂപ കുറഞ്ഞ് 98,160 രൂപയായി. ഗ്രാമിന് 140 രൂപ താഴ്ന്ന് 12,270 രൂപ എന്ന നിലയിലാണ് സ്വർണ്ണവില. വിൽപ്പന സമ്മർദ്ദമാണ് വില കുറയാൻ കാരണമായത്. ഇന്നലെ സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലായിരുന്നു. പവന് 98,800 രൂപയായിരുന്നു ഇന്നലത്തെ വില. സ്വർണ്ണവില ഓരോ ദിവസവും കൂടിയും കുറഞ്ഞും മാറി മാറി വരുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പണിക്കൂലി ഉൾപ്പെടെ നിലവിൽ തന്നെ സ്വർണ്ണവില 1 ലക്ഷം പിന്നിട്ടിട്ടുണ്ട്. തിരുനെല്ലിയിലെ CPM പ്രവർത്തകരുടെ വർഗീയ മുദ്രാവാക്യം ഹാജരാകാൻ പോലീസ്. തിരുനെല്ലി നരിക്കലിലെ CPM ആഹ്ലാദ പ്രകടനത്തിനിടെ വർഗീയ മുദ്രാവാക്യം വിളിച്ച CPM പ്രവർത്തകർ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് പോലീസിൽ പരാതി നൽകിയിരുന്നു. നെറുകെട്ട വർഗീയ രാഷ്ട്രീയം CPMനെ കൊണ്ടുപോകുമെന്നും ലീഗ് ജനറൽ സെക്രട്ടറി T മുഹമ്മദ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. അതേസമയം ഇത് ഏതെങ്കിലും സമുദായത്തിന് നേരെ വിളിച്ച മുദ്രാവാക്യമല്ലെന്നും ഒരു വ്യക്തിയെ പരാമർശിച്ചാണെന്നുമാണ് CPMന്റെ പ്രതികരണം. താരസംഘടനയായ അമ്മയ്ക്കെതിരെ നടി മല്ലിക സുകുമാരൻ. നടി ആക്രമിക്കപ്പെട്ട കേസ് വിധിയിൽ തനിക്ക് നീതി കിട്ടിയില്ലെന്ന അതിജീവതയുടെ പ്രതികരണത്തിനിടെ ചലച്ചിത്രമേള പ്രതിനിധികൾക്ക് അമ്മ പാർട്ടി നൽകിയതിനെതിരെയാണ് മല്ലിക സുകുമാരൻ രംഗത്തെത്തിയിരിക്കുന്നത്. സഹപ്രവർത്തകയുടെ കണ്ണീരിന് ഒരു വിലയുമില്ലേ എന്നാണ് മല്ലിക സുകുമാരൻ ചോദിക്കുന്നത്. ഞങ്ങൾ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കൊട്ടിഘോഷിച്ച സ്ത്രീകൾ ഭരിക്കുന്ന സംഘടന എന്താണ് കാണിച്ചതെന്നും മല്ലിക സുകുമാരൻ ചോദിച്ചു. ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം. 6 BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. LDFിൽ നിന്ന് BJP ഭരണം പിടിച്ച നീലംപേരൂർ പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം നടത്തിയ 6 BJP പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായ രാംജിത്തിന്റെ തലയ്ക്ക് അടിയേറ്റിരുന്നു. ഇയാൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫലം വന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ BJP പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. കേരളത്തിന് കേന്ദ്ര സഹായം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 260 കോടി അനുവദിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യ ഗഡുവായാണ് തുക അനുവദിച്ചത്. അൺടൈഡ് ഗ്രാന്റുകളുടെ ആദ്യ ഗഡു സംസ്ഥാനത്തെ 14 ജില്ലാ പഞ്ചായത്തുകൾക്കും 152 ബ്ലോക്കുകൾക്കും 941 ഗ്രാമപഞ്ചായത്തുകൾക്കുമാണ് അനുവദിച്ചതെന്ന് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം അറിയിച്ചു. ശമ്പളവും മറ്റ് സ്ഥാപന ചെലവുകളും ഒഴികെ ഭരണഘടനയുടെ 11ാം പട്ടികയിലെ 29 വിഷയങ്ങൾക്ക് കീഴിൽ പ്രത്യേക പ്രാദേശിക ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്ന തുകയാണിത്.